ഇവര് മുന്നേ എത്തും. ആ ഏരിയയിൽ വേറൊരു വളരെ ഡിഫറെൻ്റായിട്ട് 3 പ്രതിഷ്ഠയുണ്ട്. അതായത് ഒരേ പ്രതിഷ്ഠയിൽ 3 ഭാഗം. അങ്ങനെ ക്ഷേത്രം വലിയൊരു ഒരു 150 അല്ലല്ല, ഇത് അകത്താണ്. നമ്മുടെ സ്മാൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് വളരെ റയറായിട്ടുള്ള ഇവര് മുന്നേ എത്തും. എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ ഭക്ഷണമില്ല, കൂടുതൽ ശ്രദ്ധിക്കാറുമില്ല. ഞാനിങ്ങനെ ഇവരെൻ്റെ നിറഞ്ഞ് കൂടിയപ്പോഴും നമ്മളെ പ്രസന്റ് ചോദിച്ചു എന്താണ് വളരെ കുറവാണ്. ഒത്തിരി പ്രോഗ്രാമുകളുള്ളതേ പ്രോഗ്രാം ഒത്തിരി ഉണ്ട്. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടതായിട്ട് എല്ലാവരുടെയും അവരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നില്ല. വേറൊരു വിഷം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന പോലെ ജീവിക്കാനുള്ള ആ ഒരു ഇതാണ്. കാരണം ഇവർ എന്ത് കഥയെ പറയാമെന്ന് നമുക്ക് അറിയില്ല. കാരണം നാളെ മൂക്ക് ചൊറിഞ്ഞു, ക്യാൻസർ എന്ന് പറഞ്ഞ് ഇവർ എഴുതിയാൽ പിന്നെ അത് പ്രശ്നമല്ല. രണ്ടും ചെയ്യും. ഈ അമ്പലത്തില് ആദ്യമായിട്ടാണോ വരുന്നത്? ദേവിക്കാണ് ആദ്യമായിട്ട് വരിക. അമ്പലത്തിന്റെ പ്രത്യേകത അറിയാം? ഇല്ല, മുരിപ്പരിയാണെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചോദിച്ചു. അപ്പോൾ പൊതുവേ തിരുവനന്തപുരം സൈഡിലാണ് ഈ മുടി പ്രതിഷ്ഠ നമ്മൾ കാണുന്നത്. അതായത് തിരുമുടി പ്രതിഷ്ഠ ചെയ്ത് ഭഗവതിയുടെ സാന്നിധ്യം തിരുമുടിയിൽ കാണുന്നത് തെക്ക് ഭാഗം, അതായത് തെക്കൻ തിരുവിതാംകൂറിൽ മാത്രമായിട്ട് കാണുന്നത്. വെള്ളായി കണ്ടിട്ടുണ്ട്. അവിടെ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതി ഓരോ വീടും കയറി ഇറങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ ശരിക്കും ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഭഗവതി വീട്ടിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കാട്ടുനട ഈ ക്ഷേത്രത്തിൽ മുടി പ്രതിഷ്ഠയാണെന്നുള്ളത്. പിന്നെ കൊല്ലംകോട് സൈഡിലുള്ള ചില ക്ഷേത്രങ്ങളിൽ പറഞ്ഞാൽ 6 മാസം അടച്ച് അടയ്ക്കും, അത് കഴിഞ്ഞ് തുറക്കും, പിന്നെയും അടുത്ത 6 മാസത്തേക്ക് അടച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചിട്ടകൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ആചാരങ്ങൾ. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ തിരുവൈരാണിക്കുളം പോയി. തിരുവൈരാണിക്കുളത്തിൽ വർഷത്തിൽ ആകെ 10 ദിവസമേ അവിടെ പാർവതീനട തുറക്കും. അപ്പം അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ആ ഒരു ഡിഫറൻസ് അത് കണ്ടറിയാൻ മനസ്സിലാക്കാനൊക്കെ വലിയ സന്തോഷം.